നമുക്കിന്ന് ഗ്രീറ്റർ റാക്കറ്റ് ടൈൽഡ് ഡ്രോങ്കോ ഇരട്ടവാല പക്ഷിയെക്കുറിച്ച് പറയാം. ഡ്രോങ്കോ വർഗത്തിൽപ്പെട്ട ഒരു പക്ഷിയാണിവർ. ഡ്രോങ്കോ വർഗത്തിൽപ്പെട്ട ബ്രോൺസിൽ ഡ്രോങ്കയെക്കുറിച്ച് നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അന്ന് കുറേ പേർ കമലിലൂടെ ചോദിച്ചൊരു കാര്യമാണ് ഇരട്ടവാലം പക്ഷിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. അന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇരട്ടവാല പക്ഷിയുടെ വീഡിയോ എടുത്തു കഴിയുകയാണെങ്കിൽ അവരെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ചെയ്യാമെന്ന്. ഞങ്ങൾ പലയിടത്തും യാത്ര ചെയ്ത് ശേഖരിച്ച വീഡിയോ ആണ് ഞങ്ങൾ കാണിക്കുന്നത്. ഇരാറ്റുപേട്ടയിലെ ഞണ്ടുകല്ല്, അയ്യമ്പാറ, വണ്ണമ്പതാൽ ഫോറസ്റ്റ്, തട്ടേക്കാട് എന്നീ സ്ഥലങ്ങളിൽ നിന്നാണ് ഇവരെ ഞങ്ങൾ ചിത്രീകരിച്ചത്. കേരളത്തിലെ നാട്ടിൻപുറങ്ങളിലും പട്ടണങ്ങളിലും ഫോറസ്റ്റുകളിലും ധാരാളമായി കണ്ടുവരുന്ന കിളിയാണ് ഗ്രീറ്റർ റാക്കറ്റ് ടൈൽഡ് ഡ്രോങ്കോ. ഇവരുടെ ശാസ്ത്രീയ നാമം ഡിക്രൂഡഡ് പാരഡൈസേഴ്സ് എന്നാണ്. മലയാളത്തിൽ ഇവരെ കാടുമുഴക്കി, കരാളം ചാത്തൻ, ഇരട്ടവാലൻ എന്നീ പേരുകളിലൊക്കെ വിളിക്കാറുണ്ട്. കാടിനെ മുഴക്കുന്ന ശബ്ദം പുറപ്പെടുവിക്കുന്നതുകൊണ്ടായിരിക്കും ഇവരെ കാടുമുഴക്കിയെന്ന് വിളിക്കുന്നത്. കാടിന്റെ ഭംഗി കൂട്ടുന്ന ഒരു പ്രധാന ശബ്ദം ഇവരുടേതാണ്. പല രീതികളിൽ ഇവർ ശബ്ദമുണ്ടാക്കാറുണ്ട്. മറ്റു പക്ഷികളുടെയും ജീവികളുടെയും ശബ്ദം അനുകരിക്കാൻ ഇവർ മിടുക്കരുമാണ്. ഡ്രോങ്കോ വർഗത്തിലെ പക്ഷികൾ ഉൾപ്പെടുന്ന ഡിക്രൂഡഡ് ഫാമിലിൽപ്പെട്ട പക്ഷിയാണിവനും. ഡ്രോങ്കോ വർഗത്തിലെ ഏറ്റവും വലിയ പക്ഷിയാണിവർ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ഇന്തോനേഷ്യ വരെ ഇവരെ കണ്ടുവരുന്നു. ഇന്ത്യയിൽ എല്ലായിടത്തും തന്നെ കാടുമുഴുക്കിനെ കാണാറില്ല, പക്ഷെ നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും തന്നെ കാണാറുണ്ട്. ഡ്രോങ്കോ വർഗത്തിൽപ്പെട്ട മറ്റ് കിളികളെ അല്പം തുറസായ സ്ഥലങ്ങളിൽ കാണാമെങ്കിലും കാടുമുഴക്കിക്ക് ഒരുപാട് മരങ്ങളുള്ള സ്ഥലമാണ് കൂടുതൽ ഇഷ്ടം. ആൺപക്ഷീനെ പെൺപക്ഷീനെ കാണാൻ വലിയ വ്യത്യാസമൊന്നുമില്ല, അതുകൊണ്ട് തന്നെ അവരെ തിരിച്ചറിയാൻ വലിയ പ്രയാസമാണ്. മറ്റ് ഡ്രോങ്കോയിൽ നിന്നും ഇവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത് കൂർത്തു നിൽക്കുന്ന ഈ രണ്ട് തൂവലുകളാണ്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു ഇരട്ടവാലൻ പക്ഷിക്ക് അവരുടെ ശരീരത്തേക്കാൾ വാലിന് നീളം കാണും. ഇവരുടെ ഈ നീണ്ടു നിൽക്കുന്ന രണ്ട് വാലുകളും ചിലപ്പോൾ പൊട്ടിപ്പോവാറുണ്ട്. അപ്പോൾ ഇവരെ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ല മാർഗം അവരുടെ തലയിലെ തൂവൽ പോലത്തെ കിരീടമാണ്. ഇവരുടെ ശരീരം നല്ല കറുപ്പ് നിറത്തിലാണ്. സൂര്യപ്രകാശം അടിച്ചു കഴിയുമ്പോൾ അവരുടെ ശരീരത്തിലെ നീല കളർ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എല്ലാ ഡ്രോങ്കോ പക്ഷികളെ പോലെയും പ്രാണികളും ശലഭങ്ങളും പുൽച്ചാടികളൊക്കെയാണ് ഇവരുടെയും ഭക്ഷണം. ചില പഴങ്ങളും ചില മരത്തിന്റെ പൂക്കളുടെ തേനുകളും ഇവർ കുടിക്കാറുണ്ട്. സന്ധ്യാസമയങ്ങളിൽ പൊങ്ങി വരുന്ന ഈയലുകളെ പിടിക്കാൻ അവർ സന്ധ്യാസമയത്ത് ഇറങ്ങാറുണ്ട്. ഫെബ്രുവരി മുതൽ മെയ് വരെയാണ് ഇവരുടെ പ്രജനനകാലം. മരച്ചിലകൾ കോട്ടുമുട്ടുന്ന സ്ഥലത്ത് കപ്പിന്റെ ആകൃതിയിലാണ് ഇവർ കൂടുണ്ടാക്കുന്നത്. ഇപ്പോൾ ഡ്രോങ്കോ വർഗത്തിൽപ്പെടുന്ന 2 തരം കിളികളെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്ന് ബ്രോൺസിൽ ഡ്രോങ്കോയും ഗ്രീറ്റർ റാക്കറ്റ് ടൈൽഡ് ഡ്രോങ്കോയുടെ ഈ വീഡിയോയും. പിന്നെ കേരളത്തിൽ കാണുന്ന ഡ്രോങ്കോ വർഗത്തിൽപ്പെട്ട കിളികളുടെ വ്യത്യാസങ്ങളെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഈ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അനുഭവങ്ങളും അറിവും ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനിയും പുതിയ വീഡിയോയിൽ വരാം. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.